എന്നെ അറിയാവുന്നവരിൽ പലരും പിന്നെ എൻ്റെ കൂടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവരൊക്കെ ആദ്യം എന്നെ കാണുമ്പോൾ പലപ്പോഴും ഇപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വന്ദനെ നിന്റെ മുടിയുടെ രഹസ്യം എന്താ, അന്നത്തെ അതേപോലെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് അവര് എല്ലാവരും ചോദിക്കുന്ന കാര്യം. ഒന്ന് രഹസ്യം പറഞ്ഞുതരുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മുടിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് എൻ്റെ മുടിയുടെ രഹസ്യം എന്ന്? ഞാൻ എൻ്റെ മുടി 8ാം ക്ലാസ് മുതലാണ് നീട്ടി വളർത്തി തുടങ്ങിയത്. അതുവരെ എനിക്കിത് ഇത്ര വരെയായിരുന്നു മുടിയുള്ളത്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ എൻ്റെ മുടി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നതനുസരിച്ച് പെട്ടെന്ന് നീളം വെക്കുന്ന മുടിയായിരുന്നേ. അപ്പോൾ 10ൽ ആയിക്കോട്ടെ പ്ലസ് 2 ആയിക്കോട്ടെ നല്ല കട്ടിക്ക് മുടി ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ടൈം ആയിക്കോട്ടെ. പിന്നീട് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് അപ്പോഴും പലരും പ്രതീക്ഷിച്ചിരുന്നു പലരും എന്നോട് പറയുകയും ചെയ്തിരുന്നു, ഡെലിവറി കഴിഞ്ഞാൽ ഈ കാണുന്ന മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ മുടിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. കൂടുതലല്ലാണ്ട് അത് കൊഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് മോൻ്റെ തല കൂടി കണ്ടപ്പോൾ, അവനും എന്നെപ്പോലെ തന്നെ നല്ല കട്ടിക്ക് മുടി കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കും, ഒന്ന് ആ രഹസ്യം ഒന്ന് പറഞ്ഞാൽ, ഏത് എണ്ണ തേക്കുന്നത് അതൊന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് മുടി വേണ്ടിയിട്ടെന്ന് എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം മോനും അത്രയ്ക്ക് കട്ടിക്കായിരുന്നു മുടിയുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെ. അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട് അവരോട്, ഒരു രഹസ്യവും ഇല്ല, ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും തേക്കുന്നില്ല എന്ന് എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. കാരണം എൻ്റെ ബ്രദറിനായിക്കോട്ടെ, എൻ്റെ അമ്മക്കായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അവർക്കൊക്കെ ഇതേപോലെ നല്ല കട്ടിയിൽ മുടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിന്തിക്കുന്ന കാര്യം, ഒരു വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ മുടിയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു എണ്ണ ഉണ്ടാകും എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മോനുണ്ടായി ഒരു 7 വർഷം ശേഷം എനിക്ക് മോളുണ്ടായി. മോളെ തലയിൽ മുന്നിൽ ഫ്രണ്ടിൽ മാത്രം ഒരു 3-4 സ്പ്രിങ്, നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന 3-4 സ്പ്രിങ് മുടിയേ ഉള്ളൂ. അവൾക്കിപ്പോൾ ഒരു 8 മാസമായി പ്രായം. ഈ 8 മാസത്തിൽ എൻ്റെ മോനെ ഭയങ്കര കട്ടിയിൽ അത്ര കട്ടിക്ക് മുടി ഉണ്ടായിരുന്നു ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്, എന്താ മോൾക്ക് നീ എണ്ണ തേക്കാൻ കൊടുക്കുന്നില്ലേ, മോൾക്ക് എന്താ ഇത്ര മുടി കുറവ്, മോൾക്ക് കഷണ്ടിയാണല്ലോ എന്ന് ഇപ്പം എന്നോട് ഈ ചോദിച്ചവരൊക്കെ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടിയുടെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലും അമ്മേൻ്റെ ഫാമിലിയിലും എല്ലാവർക്കും പാരമ്പര്യമായിട്ട് നല്ല കട്ടിക്ക് മുടിയുണ്ട്. ആ ഒരു പാരമ്പര്യമാണ് എനിക്കും എൻ്റെ മോനൊക്കെ കിട്ടിയത്. പക്ഷെ എൻ്റെ മോൾക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിന്, അതായത് അവളുടെ അച്ഛൻ്റെ ഫാമിലിയിൽ. അവർക്ക് ഈ പറയുന്ന പോലെ എലിവാലി ഇങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന, നമുക്ക് മാക്സിമം ഒരു 5 മിനിറ്റ് ചിലവഴിച്ചാൽ മൊത്തത്തിലുള്ള മുടി എണ്ണിയെടുക്കാൻ പറ്റും തലയിലുള്ള. അവർക്ക് മുടി ഇല്ലാത്ത പാരമ്പര്യം. അതാണ് എൻ്റെ മോളെ തല ഇങ്ങനെ മുടി ഇല്ലാതിരിക്കുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അവളിൽ അപ്ലൈ ചെയ്തിട്ട് അവൾക്ക് ഇപ്പം എന്നെ പോലെ തന്നെ കട്ടിക്ക് മുടി ഉണ്ടാവുമായിരുന്നു. ഞാനിന്ന് ഒരു എണ്ണയും ഞാനോ മോനോ നമ്മളെ ഫാമിലിയിൽ ആരും എണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. പാരമ്പര്യമായിട്ടാണ് ഈ മുടി കിട്ടിയത്. ഇനി എണ്ണ ഉപയോഗിച്ചാൽ മുടി വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊക്കെ മുടി വരുമോ എന്നുള്ളത് ഇനി ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന എണ്ണ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് മുടി വെച്ചു എന്നുള്ള കാര്യം. ഞാൻ ഈ എണ്ണ ഉപയോഗിച്ച് മുടി വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പല ക്രീം ഉപയോഗിച്ചിട്ട് കളർ വരുന്നതായിക്കോട്ടെ, അതിൽ നിന്ന് എനിക്കൊരു 1% പോലും വിശ്വാസമില്ല. എണ്ണ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ക്രീമിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ നേച്ചുറൽ മെത്തേഡ് ഒരുപാട് പരീക്ഷിച്ചിരുന്നു. ഞാൻ നല്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒരു ഏജ് വരെ എനിക്ക് വെളുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത കാരണം ഞാൻ പരീക്ഷിക്കാത്തതായിട്ടൊന്നുമില്ല. മീൻസ് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ക്രീം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ നമ്മൾ പച്ചമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, നെന്മേനി, മറ്റേ കൈതച്ചക്ക, മുട്ടയുടെ വെള്ളം, ചെറുനാരങ്ങ നീര്, വിനാഗിരി, ഇങ്ങനെ കണ്ട സകല തേയില, കാപ്പിപ്പൊടി, മറ്റേ മണ്ണ്, കളിമണ്ണ്, സകലതും ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത്. പക്ഷെ ആ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ മാക്സിമം പോലെ ഒരാഴ്ചത്തേക്ക് മുഖത്ത് കുറച്ചൊരു കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിലിരുന്ന് സൂര്യനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അപ്പം തന്നെ സൂര്യൻ എന്നെ മൊത്തത്തിൽ അങ്ങ് സെറ്റ് ബ്ലാക്ക് ആക്കി തരും, കനിഞ്ഞ് അനുഗ്രഹിച്ച് തരും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു കുറച്ച് സമയം, ഒരു മഞ്ഞളായിക്കോട്ടെ, ഒരാഴ്ച മാക്സിമം പോയാൽ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരാഴ്ച ഇരുന്നാൽ എനിക്ക് കുറച്ച് കളർ കിട്ടും. പക്ഷെ പുറത്തിറങ്ങിയാൽ അതൊക്കെ പോവും. അങ്ങനെ എനിക്ക് മനസ്സിലായി, നമുക്ക്
നേച്ചർ ജന്മന കിട്ടിയ ആ ഒരു സ്കിൻ കളർ ടോണൊന്നും ഒരു ക്രീമുകൾക്കൊന്നും മാറ്റാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ പൗഡർ എത്ര ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ പൗഡറൊന്നും ഇടാറില്ല. ആകെ ഒരു മേക്കപ്പ് ചെയ്തത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലായിരുന്നു. ഇപ്പം തന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അത് തന്നെ എനിക്ക് ഇപ്പം അലർജിയായി മാറും. ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സോപ്പിട്ട് കംപ്ലീറ്റ് കഴുകണം, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ എനിക്ക് അലർജി പ്രശ്നം വരും. പൗഡറോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു കാര്യം പോലും എൻ്റെ സ്കിന്നിന് പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ എണ്ണ തേച്ച് കൊണ്ട് പ്രത്യേകിച്ച് മുടി വരുമോ, പലരും പ്രത്യേകിച്ച് പല യൂട്യൂബറും കുറച്ച് മുടിയുള്ള യൂട്യൂബറുടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചതെന്നറിയില്ല, അവർ ഈ എണ്ണ കാച്ചി ചാനലിലൂടെ വിൽക്കുന്ന പരിപാടിയുണ്ട്. ഒരു 2024 എന്നെ ഒരു പാലക്കാടുള്ള ടീം, എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് പൂട്ടിയതാണ്. തീരെ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ എൻ്റെ മുടി കണ്ടിട്ട് പാലക്കാടുള്ള ടീം വന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചിരുന്നു അവരുടെ എണ്ണ ഒന്ന് പ്രൊമോട്ട് ചെയ്യാമോ എന്ന്. പക്ഷേ ഞാനത് നിന്നിട്ടില്ല, കാരണം നമ്മൾ എന്താ ഒരു ഉപയോഗിക്കാത്ത കാര്യത്തെ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് എനിക്കിങ്ങനെ മുടി എന്ന് പറയാനുള്ളൊരു ഇത് കാരണം ഞാൻ അതിന് നോ പറഞ്ഞു. ഹസ്ബൻഡും പറഞ്ഞു അത് നിൽക്കണ്ട, അങ്ങനത്തെ കാര്യത്തിന് ഉടായ്പ കാര്യത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നോ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പല യൂട്യൂബറും കുറച്ച് മുടിയുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിലൂടെ എണ്ണ കാച്ചി വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല, അവർക്ക് മാത്രമേ മുടിയുള്ളൂ അവരെ വീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസിനായിക്കോട്ടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് ആർക്കും മുടി കാണുന്നില്ല, അല്ലെങ്കിൽ അവരെ എണ്ണ കാച്ചാൻ സഹായിക്കുന്ന ടീമിനായിക്കോട്ടെ അവർക്കൊന്നും മുടി തീരെ ഇല്ല. അപ്പോൾ അവരെന്താ ഈ എണ്ണ തേക്കാനായിട്ടായിരിക്കുമോ? കാരണം അവർക്ക് ചിലപ്പോൾ ആരുടെയൊക്കെയോ പാരമ്പര്യമായിട്ട് കിട്ടിയ ആ ഒരു മുടി അത് വെച്ചിട്ട് അവർ ഈ എണ്ണ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അവരുടെ വീട്ടിൽ അവരുടെ അമ്മക്കോ സിസ്റ്റേഴ്സിനോ അങ്ങനത്തെ ആർക്കെങ്കിലും ഇതേ ഇത്ര തന്നെ മുടി കാണണ്ടേ? പക്ഷെ അവർക്കൊന്നും മുടിയില്ലാതെ ഈ ഒരാൾ മാത്രമായിരിക്കും ഈ എണ്ണ തേച്ചിട്ട്. പക്ഷെ അതുപോലും ചിന്തിക്കാതെ ആ എണ്ണയൊക്കെ 1 ലിറ്ററിന് അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ എണ്ണ തേച്ചിട്ട് ആർക്കെങ്കിലും മുടി കൂടിയോ അല്ല മുടി ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം, അത് മറ്റുള്ളവർക്കൊരു ഉപകാരമായിരിക്കും. ഞാൻ ഇതുവരെ ഒരെണ്ണയും തേച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും തേക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, നേരിട്ട് ആട്ടുന്ന മില്ലിൽ പോയി വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മോൻ ഉപയോഗിക്കുന്നത്, മോൾക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ മോൾക്ക് തീരെ മുടിയില്ല. ഞാൻ പറഞ്ഞില്ലേ അവൾ അച്ഛൻ്റെ ഫാമിലിയിൽ ആ ഒരു ഫാമിലിയിലേക്കാണ് പോയത്, അതുകൊണ്ടായിരിക്കണം അവൾക്ക് മുടിയില്ലാത്തത്. പക്ഷെങ്കിൽ വരാനുള്ളൊരു ചാൻസും ഉണ്ട് അവൾക്ക്. കാരണം ചെറുപ്പത്തിൽ നിന്ന് എനിക്കും മുടി വളരെ കുറവായിരുന്നു. പിന്നീടാണ് എനിക്ക് മുടി, ഞാൻ പറഞ്ഞില്ല 8ാം ക്ലാസ് മുതലാണ് എനിക്കും ഇങ്ങനെ മുടി കട്ടി വെച്ച് തുടങ്ങിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവൾക്കും മുടി വരാനുള്ള ഒരു ചാൻസ് മുന്നിലുണ്ട്. പല യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം, അവരെന്ത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നോ അതിൻ്റെയൊക്കെ ചേച്ചി ലിങ്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കുറേ മണ്ടന്മാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് വിചാരിക്കും അവരൊക്കെ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്നിന് എന്തൊക്കെ തന്നെ ഡാമേജ് സംഭവിക്കുന്നുണ്ടാകും. ഈ ഒരു കാലത്ത് ഇപ്പോഴും ഇവരെയൊക്കെ വിശ്വസിച്ച് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് അതൊരു അത്ഭുതം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു അസ്ലാം മാർലി എന്നുള്ള അവരുടെ ഒരു വീഡിയോ കണ്ടു. അതിൽ അവരുടെ 6 മാസം അങ്ങനെയുള്ള കുഞ്ഞിന് മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ട് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു യോഗട്ട് എന്ന് ഒരു കാരണവശാലും നിങ്ങൾ മാക്സിമം ഒരു 2 വയസ്സ് വരെയെങ്കിലും ഇത് കൊടുക്കല്ലേ. അവരൊക്കെ ഈ അസ്ലാം മാർലി ആയിക്കോട്ടെ അവരൊക്കെ ഇത് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, പൈസ വാങ്ങിയിട്ട് അതായിരിക്കും അവരുടെ പേര് മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ട് എന്നൊക്കെ സ്പെഷ്യലായി എടുത്ത് പറഞ്ഞ് കൊടുക്കുന്നതിന് കാരണം അതായിരിക്കും. അത് കണ്ടിട്ട് നിങ്ങളെ കുഞ്ഞിന് ഒരു കാരണവശാലും കൊടുക്കല്ലേ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും അവർ ഈ പൈസക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരെയൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആരാധകരുണ്ട്. അപ്പോൾ ഇന്നലെ അവരിട്ട വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരാൾ കമൻറ്റ് ചെയ്ത് ഞാൻ എൻ്റെ 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ട് കൊടുത്തപ്പോൾ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. സത്യം പറയാലോ, ഈ അസ്ലയൊക്കെ ചെയ്യുന്നത് എത്ര വലിയൊരു എന്താ പറയുക അപരാധ. ഒരു കുഞ്ഞുങ്ങളെ വെച്ചല്ലേ ഇവരൊക്കെ കളിക്കുന്നത്. അവർക്ക് ഈ മിൽക്കി മിസ്റ്റ് അല്ലെങ്കിൽ അമൂലായിക്കോട്ടെ ആ കമ്പനി പ്രൊമോഷന് വേണ്ടിയിട്ട് അത്രയും പൈസ കൊടുത്തിട്ടാണ് കുട്ടിക്ക് ഒരു ഡെമോ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കാണിച്ചിട്ട്
സ്പെഷ്യലായിട്ട് മിൽക്കി മിസ്റ്റിന് കൊടുക്കണമെന്നൊക്കെ അവർ പറയുന്നത്. അതൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും അവരുടെ കുഞ്ഞിനും ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് സത്യം പറഞ്ഞാൽ എത്ര വലിയ രോഗങ്ങളൊക്കെയാണ് ഈ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പലരും ഇപ്പോഴും യൂട്യൂബ് കണ്ട് യൂട്യൂബാണ് ഡോക്ടർ, യൂട്യൂബാണ് ദൈവം, യൂട്യൂബിൽ അവരാരാധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ അസ്ല പറയുന്നത് അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് അതുപോലെ അനുകരിച്ച് കുഞ്ഞുങ്ങളെ വരെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക, ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. ഞാൻ തന്നെ ഇപ്പം എൻ്റെ മുടി കാണിച്ചിട്ടല്ല എൻ്റെ മോൻ്റെ മുടി കാണിച്ചിട്ട് ഇതൊക്കെ ഞാനൊരു സ്പെഷ്യൽ എണ്ണ തേച്ചിട്ടാണ് എനിക്ക് മോനൊക്കെ ഇങ്ങനെ മുടി വന്നതെന്ന് വേണമെങ്കിൽ തട്ടി വിടായിരുന്നു. ആ എണ്ണ വേണ്ടവർ ഞാൻ ഉണ്ടാക്കി തരാമെന്നോ, അത് ഇത്ര പൈസ വാങ്ങിച്ച് അതുവഴി എനിക്കൊരു ബിസിനസ് നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന അതുവഴി കിട്ടുന്ന പൈസ നമുക്ക് ഒരിക്കലും ഉപകാരത്തിലെത്തില്ല. അതൊക്കെ ഒരു കർമ്മ എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിന് എക്സാമ്പിളാണല്ലോ മൈ വേ ബൈ കല്യാണി ഓരോ ദിവസവും എന്തൊക്കെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണിയുടെ അവസ്ഥ കാണുന്നില്ല. അതുപോലെ എന്നായാലും അതൊക്കെ നമുക്ക് തിരിച്ചും കിട്ടും. അപ്പോൾ നേരായ വഴിക്ക് ജീവിക്കുക എന്നതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ഒരു ടൈപ്പ് എണ്ണ തേച്ചിട്ടൊന്നല്ല ഇത്രയും മുടി ഉണ്ടായത്. പക്ഷേ ഈ രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ എനിക്ക് മുടി നന്നായി കൊഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാൾ സൗദിയിലൊക്കെ ആയിരുന്നപ്പോൾ അവിടുത്തെ വെള്ളം യൂസ് ചെയ്യുമ്പോഴും ദിവസം നല്ല ഇത്ര കട്ടിക്ക് മുടിയിനെ കൊഴിയും. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് മുടി വളരുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ പ്രഗ്നൻസി തന്നെ എനിക്ക് മോളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും ഒരു ഏപ്രിൽ മെയ് ഈ വെക്കേഷൻ ടൈമിലും എൻ്റെ മുടി നന്നായിട്ട് കൊഴിയും. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് തേച്ച് മുടി വളരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞാൻ ഓരോ എണ്ണയും തേക്കുന്നില്ല. എനിക്ക് പാരമ്പര്യമാണ്. അച്ഛൻ്റെ കുടുംബത്തിലും ഉണ്ട്, അമ്മയുടെ കുടുംബത്തിലും. എൻ്റെ അമ്മക്കായിക്കോട്ടെ, അമ്മയുടെ ചേച്ചിമാർക്കായിക്കോട്ടെ, ഈ ഒരു പ്രായത്തിൽ ഒരു 17 വയസ്സൊക്കെ ആയിട്ടും അവർക്കൊക്കെ എന്നേക്കാളും മുടിയുണ്ട്. ചിലപ്പോൾ എനിക്ക് അവരുടെ വയസ്സെത്തുമ്പോൾ ഈ എലിവാല പോലെയായിരിക്കും മുടി ഉണ്ടാവുക, അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഇപ്പോഴും അത്രയൊക്കെ കട്ടിയിലും നീളത്തിലൊക്കെ ഭയങ്കര ലെങ്ത്തിലൊക്കെ മുടിയുണ്ട്. പാരമ്പര്യമാണ്. സത്യസന്ധമായി പറയാം, ഞാൻ ഓരോ എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും ഇങ്ങനെ എണ്ണ തേച്ചിട്ട് മുടി കിളിർത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ നിതംബം വരെ മുടി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്രീം തേച്ചിട്ടൊക്കെ വെളുത്തിട്ട് ആ പാറയും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ വെളുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഫലിച്ചിട്ടില്ല. ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടില്ല, ഒരു ക്രീം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ, അത് കുറച്ച് കാലം കൂടി നീണ്ടു നിൽക്കണമെങ്കിൽ നിങ്ങൾ കറ്റാർവാഴയുടെ ജെല്ലെടുത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ കഞ്ഞിവെള്ളം തേച്ച് നോക്കുക. ഒരു മാസത്തോളം ആ റിസൾട്ട് നിങ്ങളെ മുഖത്ത് കാണാൻ പറ്റും. പക്ഷേ എനിക്കൊരു മാസം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് സൂര്യനെ നോക്കിയാൽ ആ റിസൾട്ട് അപ്പം തന്നെ സൂര്യനെ സെൽ ബ്ലാക്ക് ആക്കി തരും, ചട്ടിയുടെ ആ കറുത്ത കളറിലേക്ക് മാറ്റിത്തരും. അതുകൊണ്ട് ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പക്ഷേ എന്താ, കറ്റാർവാഴയുടെ ജെല്ലായിക്കോട്ടെ കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ട്. നല്ല വെച്ചാൽ നല്ല ഗ്ലോ ചെയ്യും മുഖം, നല്ല കളറും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. പിന്നെ മുടിയുടെ രഹസ്യം ഇതാ, എൻ്റെ മുടിക്ക് ഒരു രഹസ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.